അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപ്പെട്ട മകനായ ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിനെ ചെറുപ്പത്തിൽ തന്നെ ദീന് പഠിക്കാൻ വേണ്ടി ഒരു ഉസ്താദിനെ ഏൽപ്പിച്ചിരുന്നു. അറബി അക്ഷരങ്ങളൊക്കെയും പഠിപ്പിച്ച് ആ ഉസ്താദ് ആ കുട്ടിക്ക് ഫാത്തിഹ നല്ല നിലക്കൊന്നു പഠിപ്പിച്ചപ്പോൾ ആ കുട്ടി തൻ്റെ പ്രിയപ്പെട്ട വാപ്പയായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ മുന്നിൽ വന്നുകൊണ്ട് ശരിക്കും നല്ല നിലക്ക് ബാപ്പ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഫാത്തിഹ ഓതി കേൾപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനിക്ക് കിട്ടിയ സന്തോഷം ചെറുതൊന്നുമല്ല. ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തന്നിലുണ്ടായിരുന്ന പണങ്ങളൊക്കെയും ശേഖരിച്ച് എവിടെ നിന്നെല്ലാം ശേഖരിക്കാൻ പറ്റുമോ അതൊക്കെയും ശേഖരിച്ചു നോക്കുമ്പോൾ ഒരു 500 ദിർഹം ഉണ്ടായിരുന്നു. ആ 500 ദിർഹമിനെ ഓടിക്കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മകനിക്ക് ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്നിൽ ഇത്രേ ഉള്ളൂ. 500 ദിർഹം എന്ന് പറഞ്ഞാൽ അത് വലിയ പണമാണ്. അപ്പോൾ ഇത്രേ എന്നിലുള്ളൂ. ഇനിയും എന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനിയും ഞാൻ തരുമായിരുന്നു. എനിക്ക് അത്രമാത്രം സന്തോഷമായൊരു ദിവസമാണ് ഇന്നത്തെ ദിവസമെന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഉസ്താദിന് വല്ലാത്ത അത്ഭുതം തോന്നി, എന്തേ ഇത്രമാത്രം പണം തരാൻ? അപ്പോഴാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ എനിക്കേറെ ഇഷ്ടമുള്ളത് എൻ്റെ മകനൊന്നു ഫാത്തിഹ പഠിച്ചല്ലോ, അള്ളാഹുവിൻ്റെ ഖുർആനൊന്ന് പഠിച്ചല്ലോ, ആ എൻ്റെ പ്രിയപ്പെട്ട മകനൊന്ന് ബിസ്മി പറയാൻ അവിടുന്ന് പഠിച്ചു കഴിഞ്ഞല്ലോ, അതിന് കാരണക്കാരായത് നിങ്ങളാണല്ലോ, അപ്പോൾ നിങ്ങളല്ലേ ഞാൻ സന്തോഷിപ്പിക്കേണ്ടത് എന്ന് അതെൻ്റെ കടമയാണെന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം, നമ്മുടെ മക്കളുടെ പഠനത്തിനെ കുറിച്ച് നാം വലിയ ബോധമുള്ളവരാകണം. എപ്പോഴും നമ്മുടെ മക്കളുടെ ഭൗതിക ഇൽമിനെ കുറിച്ച് മാതാപിതാക്കളായ നമുക്ക് അതിനെക്കുറിച്ച് ഗൗരവമുണ്ടാകും. എത്ര വേണമെങ്കിലും നാം അതിനു വേണ്ടി ചെലവ് ചെയ്യും. സ്കൂളിൽ എത്ര പണം ചോദിച്ചാലും നാം കൊടുക്കും. അതേ സമയത്ത് നമ്മളെ മക്കൾക്ക് ഫാത്തിഹ പഠിപ്പിച്ച അല്ലെങ്കിൽ അറബി അക്ഷരങ്ങൾ അലിഫ് ബാവ് പഠിപ്പിച്ച ഉസ്താദിനെ നാം എത്രമാത്രം സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്ന് നാം നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക. അതത്ര വലിയ വിഷയമായിട്ടൊന്നും പലപ്പോഴും നാം കാണുന്നില്ല. നമ്മുടെ മദ്രസയിലുള്ള ഉസ്താദുമാർ നമ്മുടെ മക്കൾക്ക് വേണ്ടി എത്രമാത്രം അവർ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു. അവർക്ക് ഒരു അലിഫ് പഠിപ്പിക്കണമെങ്കിൽ, ഒരു ബാ പഠിപ്പിക്കണമെങ്കിൽ അത് ഒന്നിച്ച് ഓദിപ്പിച്ച് പിന്നീട് ഖുർആൻ അവർ പഠിപ്പിക്കണമെങ്കിൽ എത്രമാത്രം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇന്ന് നമ്മളെ മക്കൾ, അത് ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ ആരാണെങ്കിലും, അവർ നല്ല നിലക്ക് ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ, ആ ഓത്ത് നമുക്ക് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാകുന്നുണ്ടെങ്കിൽ അതൊക്കെയും നമ്മുടെ ആ മക്കളെ പഠിപ്പിച്ച ഉസ്താദുമാരുടെ പ്രയത്നങ്ങളാണ്, അധ്വാനങ്ങളാണ്. അവർ വലിയൊന്നും പരിഗണന നൽകിയിട്ടില്ലെങ്കിൽ ഇതൊന്നും ഞാൻ വലിയ കാര്യം ആക്കേണ്ടതില്ല എന്നവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കൂലായിരുന്നു, അവർക്ക് ഓതാൻ അറിയില്ലായിരുന്നു. അവർ വേറൊന്നും ചിന്തിക്കാതെ ഈ കുട്ടിയുടെ വാപ്പ എന്നെ പരിഗണിക്കട്ടെ പരിഗണിക്കാതിരിക്കട്ടെ, അതൊന്നുമല്ല, എൻ്റെ മുമ്പിൽ എത്തുന്ന ഈ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കൽ എൻ്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു ഉസ്താദുമാരും അതേ വളരെ കഷ്ടപ്പെട്ട് എത്രമാത്രം പ്രയാസങ്ങൾ സഹിച്ച് ആ മക്കൾക്ക് അലിഫ് ബാവ് പഠിപ്പിക്കുന്നു, ഖുർആന് പഠിപ്പിക്കുന്നു. അതൊക്കെയും നാം വലിയ ഗൗരവത്തോടു കൂടെ കാണണം. പ്രത്യേകിച്ച് അതേ നമ്മളെ മക്കൾക്ക് ഖുർആന് പഠിപ്പിക്കുന്ന, മദ്രസ പഠിപ്പിക്കുന്ന, ദീനി ചിറ്റകൾ പഠിപ്പിക്കുന്ന, ദീനി ഇൽമുകളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ ഇടയ്ക്കിടന്ന് കണ്ടുകൊണ്ട് അവരൊന്ന് സന്തോഷിപ്പിക്കുന്ന, സന്തോഷത്തിൻ്റെ വാക്കുകൾ പറയുന്ന
ബാപ്പമാറാകണം നമ്മൾ. അപ്പോഴേ നാം ഒരു നന്ദിയുള്ളവനാവുകയുള്ളൂ. നോക്കൂ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഒരു ഫാത്തിഹ ഓതിയപ്പോൾ അവിടുത്തെ ഉസ്താദിന് തന്നിലാകുന്ന എല്ലാ സഹായങ്ങളും അവിടെ ചെയ്തത് എന്തുകൊണ്ടാണ്? അത്രമാത്രം സന്തോഷമായിരുന്നു ആ വാപ്പാക്ക്. പക്ഷേ ഇന്ന് നമ്മൾ എത്രമാത്രം ആ വിഷയത്തിൽ നാം സന്തോഷപ്പെട്ടിട്ടുണ്ട്. അതേ സമയത്ത് സ്കൂൾ പഠനമായിട്ട് നാം എത്രമാത്രം അധ്വാനിക്കുന്നു, വളരെ ഗൗരവത്തോടു കൂടെ കാണുന്നു, എന്തെല്ലാം അതിനു വേണ്ടി ചെലവ് ചെയ്യുന്നു. പക്ഷേ ഇതെന്തുകൊണ്ട് നാം കാര്യമാക്കുന്നില്ല? വലിയൊരു ഖേദകരമായ ഒരു വിഷയമാണ്. ഗൗരവത്തോടു കൂടെ കാണേണ്ട ഒരു വിഷയമാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു ചിന്ത നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.